ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെയാണ്. ദൈവകൃപയിലൂടെ ദൈവത്തിന്റെ ദാനമായ മക്കളെ ലഭിച്ചതിലുള്ള സന്തോഷത്തിൽ കുടുംബജീവിതത്തെ ക്രമീകരിക്കുന്ന ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. കുടുംബത്തിൽ മക്കളുടെ എണ്ണം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഈ കുടുംബജീവിതം നയിക്കുന്ന ഈ ദമ്പതികളെ നമുക്ക് പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താണ് പേര്? എന്റെ പേര് സോണി തേവലക്കര. സോണി തേവലക്കര. നാട്ടിലെ വീട് എവിടെയാണ്? ചങ്ങനാശ്ശേരി കുരിശുമൂട്. ചങ്ങനാശ്ശേരി കുരിശുമൂട്. സോണി തേവലക്കര. എന്റെ പേര് ആൽഫി തേവലക്കര. എന്റെ വീട് നാട്ടില് പാലായില്. ആൽഫി നാട്ടില് സ്വന്തം വീട് പാലായില്. വീട്ടും പേരെന്താണ്? എംബ്രയൽ. എംബ്രയൽ. ഇവിടെ എത്ര നാളായി അമേരിക്കയിൽ വന്നിട്ട്? ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാ. സോണി ജനിച്ചു വളർന്നതാണ്. ഓക്കെ. സോണിക്ക് എത്ര വയസ്സുണ്ട്? 45. 45 വയസ്സുണ്ട്. ആൽഫി എത്ര നാളായി അമേരിക്കയിൽ വന്നിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 20 വർഷം. 20 വർഷമായി. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 17 വർഷം. 17 വർഷമായ ദാമ്പത്യ ജീവിതത്തില് ദൈവം നിങ്ങൾക്ക് എത്ര മക്കളെ നൽകി? ഞങ്ങൾക്ക് 7 മക്കളാണ്. 7 മക്കളുടെ പിതാവും മാതാവുമായ ഈ ദമ്പതികളെ നമുക്ക് പരിചയപ്പെട്ടതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. 7 മക്കളുടെ പിതാവും മാതാവുമായ നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ അവരെ സ്നേഹത്തിൽ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്, സമയം കിട്ടുന്നത്? ഞങ്ങള് മാക്സിമം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മള് ദൈവത്തിൽ ആശ്രയിച്ച് ഇവരെ പള്ളിയിൽ കൊണ്ടുപോവുകയും ഞങ്ങൾ ഒരുമിച്ച് പള്ളിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും വീട്ടിൽ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ ആയിട്ട് ഞങ്ങള് ഈശോയോട് ചേർന്ന് നിന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങള് മാനേജ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെയായിട്ട് ശരിക്കും ഇതൊക്കെ ചെയ്യാനുള്ള ശക്തി ഉണ്ടോ എന്ന് അറിയത്തില്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥനയില് ദേവാലയത്തിലെ ബലിയർപ്പണത്തിലൂടെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഈ എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനും സമയം കണ്ടെത്തുന്ന ഒരു ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആധുനിക കാലത്ത് മക്കളുടെ എണ്ണം വളരെ കുറവ് എന്ന ആശയം പൊതുവെ പ്രചരിക്കുമ്പോൾ ഇതാ നമുക്കൊക്കെ പ്രചോദനമായി, മറ്റുള്ളവർക്ക് ഒരു വെല്ലുവിളിയായി ഇതാ ഇവിടെ സോണിയും ആൽഫിയും നമ്മളോട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയധികം ആധ്യാത്മികമായ ഒരു ബാക്ക്ഗ്രൗണ്ടിന് ചെറുപ്പത്തിലെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? എന്തെങ്കിലും അസോസിയേഷനിലോ സംഘടനകളിലോ വല്ലതും ചേർന്നിട്ടുണ്ടോ? I mean, I was always raised in the church, and in 2001 Jesus Youth ലൊക്കെ ചേർന്നു. ജീസസ് യൂത്തിൽ എത്ര വർഷമായിട്ട് പ്രവർത്തിക്കുന്നു? 25 years. 25 ഇയേഴ്സില് ആയിട്ട് സോണി ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്നു. ആൽഫിക്ക് ജീസസ് യൂത്തുമായിട്ടുള്ള പരിചയമുണ്ടോ? ഉണ്ട്. എന്റെ വീട്ടിലെ പേരൻസ് ആയിട്ട് ജീസസ് യൂത്തിൽ പണ്ട് മുതലേ ആക്റ്റീവ് ആയിരുന്നു. കരിസ്മാറ്റിക് റിന്യൂവലിലൂടെയൊക്കെ എന്റെ പപ്പ ഒത്തിരി ഞങ്ങളെ പ്രാർത്ഥനയിലേക്കും കുർബാനയ്ക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് ഈശോയോട് ചേർത്ത് നിർത്തിയാണ് വളർത്തിയിരുന്നത്. പപ്പയുടെ പേരെന്താണ്? ജോസഫ് എംബ്രയൽ. ജോസഫ് എംബ്രയൽ. അച്ഛന്റെ പ്രത്യേകമായ ആധ്യാത്മികതയിലൂടെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളോടും ജീസസ് യൂത്തിനോടും ഒക്കെയുള്ള പരിചയപ്പെടലിലൂടെ ആൽഫിയും പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നു. അങ്ങനെ ദൈവം തന്ന ഈ 7 മക്കളെ അവര് സ്നേഹത്തോടെ വളർത്തി പരിപാലിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളിലെ എങ്ങനെയാണ് പഠിപ്പിക്കുവാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അവരുടെ ഫോർമേഷൻ നൽകുന്നത്? ഞങ്ങളിൽ ഹോം സ്കൂളിംഗ് പിള്ളേരെ ചെയ്യുന്നത്. ഹോം സ്കൂളിംഗ് ആണ്. അതെ. ആൽഫിയ മെയിൻലി ഹോം സ്കൂൾ ചെയ്യുന്നത്. ആൽഫി കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെ? ആൽഫിക്ക് നേരത്തെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നോ? ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് ആദ്യത്തെ മോൻ ഉണ്ടായപ്പം വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കണം എന്നുള്ള ഒത്തിരി ആഗ്രഹം കൊണ്ട് അങ്ങനെ അന്ന് മുതൽ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. പിന്നെ കൊച്ചൊരു 2 വയസ്സൊക്കെ ആയപ്പം ഈ ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നി. അങ്ങനെ അന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. സോണി എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ടീച്ചർ എന്ന ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ആൽഫിയുടെ സാന്നിധ്യവും കുട്ടികൾക്ക് ഫോർമേഷനിൽ വീട്ടിൽ തന്നെ ഹോം സ്കൂളായിട്ട് നടത്തുന്നു അല്ലെ? അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കുട്ടികൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുവാന് നിങ്ങൾ സമയം കണ്ടെത്തുന്നു അല്ലെ? കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ അവർക്ക്
മറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സോഷ്യലൈസേഷൻ മിസ്സാവുന്നുണ്ടോ? അതെങ്ങനെ നിങ്ങൾ അത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? കുഞ്ഞുങ്ങളെ വീട്ടിലിരുന്നാണ് പഠിക്കുന്നതെങ്കിലും ഇവർക്ക് ഹോം സ്കൂളിങ്ങിന്റെ, പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ഹോം സ്കൂളിംഗ് ഒത്തിരി ഗ്രൂപ്പ്സ് പിള്ളേര് ഹോം സ്കൂൾ ചെയ്യുന്ന പിള്ളേർ തന്നെ ഒരുമിച്ച് കൂടുകയും അവർക്ക് സെപ്പറേറ്റ് ക്ലാസ്സുകളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അതുപോലെ സ്പോർട്സ്, പിന്നെ പള്ളിയിൽ തന്നെ വളരെ ആക്റ്റീവാണ്. ഒത്തിരി പരിപാടികളിൽ അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ജീസസ് യൂത്ത് കമ്മ്യൂണിറ്റിയും ഒരു വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഒത്തിരി മക്കളുള്ള ഒത്തിരി മറ്റ് ഫാമിലീസ് ഉണ്ട്. അപ്പം ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയും കളിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും, ഹോം സ്കൂളിങ്ങില് ഒരു ഏജ് ഗ്രൂപ്പിന്റെ കൂടെ തന്നെ ഒരു കൊല്ലം മുഴുവൻ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അതിന് പകരം അവരെല്ലാ ഏജ് ഗ്രൂപ്പിന്റെ കൂടെയും ആക്റ്റീവ്ലി ഇൻവോൾവ് ആയതുകൊണ്ട് ഒരു വലിയ ഇന്ററാക്ഷൻ ലഭിക്കുന്നുണ്ട്. യെസ് ജീസസ് യൂത്തിന്റെ മറ്റ് ഗ്രൂപ്പുകളുമായിട്ടുള്ള നിങ്ങളുടെ സഹകരണത്തിലൂടെ, കോർഡിനേഷനിലൂടെ. അതെ. കുട്ടികൾക്ക് പ്രാർത്ഥനയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്? എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ കുരിശ് വരയ്ക്കും. കുടുംബ പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് കുട്ടികളുമായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. കുട്ടികൾ പ്രാർത്ഥന ചെല്ലുമോ? യെസ്, എല്ലാവരും ചെല്ലും. എല്ലാവരും കുട്ടികൾ പ്രാർത്ഥന ചെല്ലും. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥന കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതുകൊണ്ട് പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റുവാൻ അത് കൊണ്ട് സാധിക്കുന്നു, അല്ലെ? നമുക്ക് നിങ്ങളുടെ ഈ 7 മക്കളെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ദൈവം അനുഗ്രഹിച്ച ഈ കുടുംബം. നമുക്ക് മക്കളെ ഓരോരുത്തരെയും പരിചയപ്പെടാം. ഈ തെവലക്കര കുടുംബത്തിലെ മൂത്ത മോൻ ആരാണ്? മൂത്ത മോൻ ഇതാ. മോന്റെ പേരെന്താ? ജോർജ്. എത്ര വയസ്സുണ്ട്? 15. ഏത് ഗ്രേഡിലാണ്? 10th ഗ്രേഡിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആള്? My name is Anna. എത്ര വയസ്സുണ്ട്? I'm 12. ഏത് ഗ്രേഡിലേക്കാണ്? 7. മൂന്നാമത്തെ ആള്? മോളുടെ പേര്? മേരി. മേരിക്ക് എത്ര വയസ്സുണ്ട്? 10. ഏത് ക്ലാസ്സിലാണ്? 5th. അടുത്തയാള്? മോളുടെ പേരെന്താ? ലിസിമോക്ക് എത്ര വയസ്സുണ്ട്? 7. ലിസിമോൾ ഏത് ക്ലാസ്സിലാ, ഏത് ഗ്രേഡിലാ പഠിക്കുന്നത്? ഫസ്റ്റ് ഗ്രേഡ്. അടുത്ത ആരാണ്? മോന്റെ പേര്? ജോസഫിന് എത്ര വയസ്സുണ്ട്? ആ ഓൾഡ് അറിയൂ? 5. ജോസഫ് പഠിക്കാൻ തുടങ്ങിയോ? പ്രീ സ്കൂൾ. ഓക്കെ. അടുത്തയാള്? മോന്റെ ജോണി. ജോണിക്ക് എത്ര വയസ്സുണ്ട്? 3. ഗുഡ്. കൊച്ചുമോക്ക് പേരെന്താ? റോസിന് 1 വയസ്സായി. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ സ്നേഹത്തിന്റെ, ഒത്തൊരുമയുടെ, പരസ്പര സഹകരണത്തിന്റെ, ധാരണയുടെ, ഒരുമയുടെ ഈ ചൈതന്യം കൂടുതലായിട്ട് നിഴലിച്ച് ഈശോയുടെ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇത് കാണുന്ന ഓരോ ദമ്പതികൾക്കും, ഓരോ കുടുംബജീവിതം നയിക്കുന്നവർക്കും കൂടുതൽ സ്നേഹത്തോടെ മക്കളെ വളർത്തുവാനും, മക്കളെ കരുതുവാനും, മക്കൾക്ക് വേണ്ടുന്ന ജീവിത മൂല്യങ്ങൾ ആധ്യാത്മികതയിൽ പകർന്നു കൊടുക്കുവാനും നിങ്ങളുടെ ജീവിതം അവർക്കും ഒരു പ്രേരകമാകട്ടെ. ജീസസ് യൂത്തിലൂടെ ഈശോയെ കണ്ടെത്തിയ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാൻ നിങ്ങളുടെ ജീവിതം സഹായിക്കട്ടെ. നന്ദി. Thank you.